പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് 2026 ഇറങ്ങിയ സ്കോഡ കൈലാക്കിൽ ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേരിയന്റ് ആണ് കൈലാക്ക് ക്ലാസിക് പ്ലസ്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. ഈ ഒരു വേരിയന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റിംഗിൽ ഏറ്റവും നല്ല അഗ്രസീവ് പ്രൈസിങ്ങിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബലേനോ അല്ലെങ്കിൽ ഫ്രോങ്സ്, ടാറ്റ പഞ്ച് എന്നീ വാഹനങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യേണ്ടതാണ്. അതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. മേജറായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന വാഹനത്തിന്റെ എഞ്ചിനാണ്, അതായത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാക്സിമം പവർ എന്ന് വെച്ചാൽ 115 PS ആണ്. അതുകൂടാതെ തന്നെ 178 Nm ടോർക്ക് ഫ്ലാറ്റ് ആയിട്ട് ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പവർ സപ്ലൈ ചെയ്യുന്നത്, വീലിലേക്ക് സപ്ലൈ ചെയ്യുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതുകൂടാതെ തന്നെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ യൂണിറ്റും വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ വെച്ചിട്ട് ഏറ്റവും പ്യൂറസ്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ടോർക്ക് കൺവേർട്ടർ യൂണിറ്റ് വരുന്നത്. അപ്പം ഈ ഒരു വണ്ടിയുടെ വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് വരുന്നത്? നമുക്ക് അറ്റ് ദ ഫസ്റ്റ് ഗ്ലാൻസ് ഇറ്റ് സെൽഫ് ഇതിന്റെ ഫസ്റ്റ് ലുക്കിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടീന്റെ DRL ലൈറ്റ്സ് ആണ്. ഫുള്ളി LED യൂണിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് ഹാലജൻ ബൾബ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വൈപ്പേഴ്സ് ആണ്, അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പിന്നെ ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ച് ടയേഴ്സ് ആണ് ഇതിൽ വരുന്നത്, അതും സ്റ്റീൽ വീൽ വിത്ത് വീൽ ക്യാപ്പ്. കൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ ബോഡി കളേർഡ് മിറേഴ്സ് വരുന്നുണ്ട്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഉള്ളിലേക്ക് വരുന്ന സമയം തന്നെ നമുക്ക് ഈ ഡോർ 3 സ്റ്റേജ് ആയിട്ടാണ് ഇതിന്റെ ഡോർ ഓപ്പണിംഗ് വരുന്നത്. അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ഇതിന്റെ കീ വന്നിട്ട് ഫോൾഡിംഗ് കീ വരുന്നത്, 2 ഫ്ലിപ്പ് കീ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം ചെയ്യുന്നത് തന്നെ ഡിജിറ്റൽ ആൻഡ് അനലോഗ് ക്ലസ്റ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. കൂടാതെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വന്നിട്ട് നമുക്ക് ടിൽറ്റ് ആണ്, അതുപോലെ തന്നെ ടെലിസ്കോപ്പിക്കും കൂടിയാണ്. മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 10 lakhs ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ക്രൂസ് കൺട്രോളും കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ കൺട്രോൾ സ്വിച്ചസ്, AC വന്നിട്ട് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റബിൾ 4 സ്റ്റേജ് AC ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. റിവേഴ്സിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയന്റിൻ്റെ അകത്ത് മിറേഴ്സ് വന്നിട്ട് IRVM വന്നിട്ട് ഓട്ടോമാറ്റിക് ആണ്, ഇലക്ട്രോക്രോമാറ്റിക് മിറേഴ്സ് ആണ്. 10 lakh ഇൻവെസ്റ്റ്മെന്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു സൺറൂഫും കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഡ്രൈവർ സൈഡിൻ്റെ സീറ്റ് നമുക്ക് 6 വീൽ അഡ്ജസ്റ്റബിൾ ആണ്, ഇൻക്ലൂഡിങ് ഹൈറ്റ്. കൂടാതെ തന്നെ റിയറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ക്ലാസ് റിയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസും അവൈലബിൾ ആണ്. ബൂട്ട് സ്പേസിലേക്ക് വരാം. ഇതിന്റെ റിയർ സൈഡ് വന്നിട്ട് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് സ്പോയിലർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പ് മൗണ്ട് ലാമ്പ് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ലഗേജ് ഇൻഗ്രസും അൻഗ്രസും ചെയ്യാൻ വേണ്ടി സാധിക്കും. 446 ലിറ്റേഴ്സ് ആണ് ഈ ഒരു ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. കൂടാതെ തന്നെ ഇത് ഫുള്ളി ഫോൾഡബിളും കൂടിയാണ് സീറ്റ്സ്. മറ്റൊരു പ്രത്യേകത, സേഫ്റ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ റിയറിൽ നമുക്ക് 3 ഹെഡ് റെസ്റ്റ്, സെപ്പറേറ്റ് ഹെഡ് റെസ്റ്റ് വിച്ച് ഈസ് അഡ്ജസ്റ്റബിൾ ഈ വണ്ടീൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു